ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മളൊരു വ്ളോഗായിട്ടാണ് കേട്ടോ. ഒരു വ്ളോഗ് പറഞ്ഞാൽ രാവിലെ മുതൽ ഉച്ച വരെയുള്ളൊരു വ്ളോഗ്, ചെറിയൊരു വ്ളോഗാണ്. അപ്പോൾ നമുക്ക് ഇന്ന് രാവിലെ കടി ദോശയും ചമ്മന്തി ആയിരുന്നു. നമ്മളിന്ന് മലപ്പുറം വരെ പോകുകയാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി എളുപ്പത്തിൽ തീറ്റാണ് കേട്ടോ അത് കാണുന്നത്. അങ്ങനെ നമ്മൾ നടന്നാണ്ട് ഇവിടെ സത്യംപടി എത്തിയിട്ടുണ്ട്. ഞാനും താത്തേനെ പോണത്. ഞങ്ങൾ രണ്ടാളും മലപ്പുറത്തേക്ക് ബസ്സിലാട്ടോ പോണത്. ഞങ്ങളിവിടെ എത്തി കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോൾ ബസ് വന്നിരുന്നു, മഞ്ചേരിക്കുള്ള ബസ്. ഇനി മഞ്ചേരിയിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള ബസ്സാണ് കേട്ടോ കയറേണ്ടത്. അങ്ങനെയൊക്കെ താത്ത പറഞ്ഞത്. ഓക്കെ, പിന്നെ ഡെയിലി പോയിട്ട് ശീലമായിക്കണ് മലപ്പുറം വരെ പോവല്. അങ്ങനെ കുറേ നേരം ഇരുന്നതിന് ശേഷം നമ്മളിവിടെ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നോക്കിയപ്പോൾ കടകളൊന്നും തുറന്നിട്ടില്ല. ഞങ്ങൾ രാവിലെ പോകുന്നതിന് 8 മണിൻ്റെ ബസ്സിനാണ് ഞങ്ങൾ പോകുന്നത്. അതിനോണ്ട് തന്നെ കടകളൊന്നും തുറന്നിട്ടില്ല. പിന്നെ ഞങ്ങൾ നേരെ മലപ്പുറം ബസ് കയറി. മലപ്പുറം ബസ് കയറിയപ്പോൾ എന്താ കാലി ബസ്. ആദ്യം കയറിയത് തന്നെ ഞാനും താത്തയാണ് കേട്ടോ. പിന്നെ കുറേ നേരം വെയിറ്റ് ചെയ്തപ്പോൾ ആൾക്കാരിന് കയറി തുടങ്ങി. എന്നാലും അത്ര ആൾക്കാരൊന്നും ഇല്ല. ഇതാക്കണ ആകെ എത്ര ആൾക്കാരുള്ളൂ കേട്ടോ ഈ ബസ്സിൽ. പിന്നെ അങ്ങനെ പോയി കുറേ കഴിഞ്ഞപ്പം മലപ്പുറം എത്തി. ഞങ്ങളവിടേക്ക് വന്നത് എന്തിനാന്ന് വെച്ചാൽ സിനിമാമ, അതായത് എൻ്റെ മാമാൻ്റെ ഇമ്മാൻ്റെ അനിയത്തിൻ്റെ കല്യാണം വരാൻ പോവാണ് കേട്ടോ. അപ്പം അതിനുള്ള കല്യാണത്തിനുള്ള ബൊക്ക, ഫ്ലവർ ബൊക്ക, പിന്നെ ബ്രൈറ്റ് ടു ബിക്കുള്ള സാധനങ്ങൾ അതൊക്കെ വാങ്ങാൻ വന്നതാണ്. ഇവിടെ ആണെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അടിപൊളി, ഇല്ലാത്ത വസ്തു ഇവിടെ അല്ല. ഞാൻ അങ്ങനെയൊക്കെ ചുറ്റിക്കറങ്ങി നടക്കിയേക്കൂടെ. ഇത് പ്ലേസ് എവിടെയെന്ന് വെച്ചാൽ നമ്മുടെ മലപ്പുറം കോട്ടപ്പാടി ഇല്ല ബ്രില്യൻ്റ് ആണ് കേട്ടോ. ഞങ്ങളങ്ങനെ ബൊക്കക്കില്ല പൂക്കളൊക്കെ മേടിച്ചു. അതിന് ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു കേട്ടോ. കുറേ പൂക്കൾ കണ്ടിട്ട് ഏതപ്പോൾ വാങ്ങുക, എങ്ങനെയൊക്കെയാണ് മോഡലൊക്കെ, അങ്ങനെയൊക്കെ. പിന്നെ നമ്മുടെ എംബ്രോയിഡറിൻ്റെ റിങ്സൊക്കെ ഇവിടെ ഉണ്ട്, പല സൈസിലുള്ളത്. അതേമാതിരി തന്നെ നമ്മുടെ സേവ് ദി ഡേറ്റ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എല്ലാം മറ്റേ കുറേ സാധനങ്ങളില്ലേ, അതൊക്കെ ഉണ്ട് ഇവിടെ. അതൊക്കെ ഇവിടെ അവൈലബിൾ ആട്ടോ. വേണമെങ്കിൽ ഇങ്ങോട്ട് എല്ലാവരും പോകുന്നോളൂ. ഈ അടിപൊളി സാധനങ്ങളൊക്കെ നമുക്ക് വാങ്ങിപ്പോകാം നല്ല വിലക്കുറവിൽ. അങ്ങനെ ഞങ്ങൾ എന്തൊക്കെയൊക്കെയോ വാങ്ങിയാണ്ട് പിന്നെ ബില്ലാക്കാൻ ചെന്നു. അങ്ങനെ ബില്ലാക്കിട്ടോ. ഇവിടെ അങ്ങനത്തെ മാത്രമല്ല കേട്ടോ, ബുക്സ് ഉണ്ട്. പിന്നെ നമ്മളെ സ്റ്റോറി ബുക്സ് ഉണ്ട്, അല്ലാത്ത നോട്ട്ബുക്ക് അങ്ങനത്തെ ഒക്കെ ഉണ്ട്. അങ്ങനത്തെ എല്ലാ ടൈപ്സും ഉണ്ട്. പിന്നെ അല്ലാത്തയും നമ്മളൊരു ബുക്ക് സ്റ്റോളിലുള്ള സാധനങ്ങളും പിന്നെ ബട്ടണോസത്തെ സാധനങ്ങളും അങ്ങനെ എല്ലാ ടൈപ്സ് സാധനങ്ങളും ഈ ഒരു കടൻ്റെ ഉള്ളില്ല കേട്ടോ. നമുക്ക് കൊടുക്കണം വന്നാൽ നമുക്ക് എന്ത് വന്ന് വാങ്ങിപ്പോവാം, അങ്ങനെയാണ്. പിന്നെ ഞങ്ങൾ ബസ് കയറി ഇവിടെ ഇറങ്ങി, സത്യംപടി ഇറങ്ങിയിട്ട് ഒരു ഫ്രൂട്ടി കുടിച്ച് നടന്ന് വീട്ടിലേക്ക്. അങ്ങനെ നടന്ന് ഞങ്ങൾ അവസാനം വീട്ടിലേക്ക് എത്തി. വീട്ടിലെല്ലാവരും ഉള്ളിൽ കുത്തിരിക്കാണ് കേട്ടോ. ഞങ്ങളിവിടെ എത്തിയപ്പോൾ ടൈം ഒരു 2:15 ആയിരുന്നു. പിന്നെ നേരെ വന്നിട്ട് ഫുഡൊക്കെ ആയിരുന്നു. ഇമ്മച്ചി ഇവിടെ തട്ടിക്കൂട്ടി കപ്സ് വെച്ചിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇമ്മച്ചി ഇപ്പോൾ കുറച്ച് ബിസിയിലാണ്. ഇമ്മച്ചിയാണ് ബ്രൈറ്റ് ടു ബിക്കുള്ള ഡ്രസ്സൊക്കെ അടിക്കുന്നത്. ഇമ്മച്ചിയും പിന്നെ എൻ്റെ അമ്മാൻ്റെ അനിയത്തി, ഫസ്റ്റ് അനിയത്തി, അതും ഇവിടെ കൂടിയിട്ടാണ് കേട്ടോ ഡ്രസ്സ് അടിക്കുന്നത്. ബ്രൈറ്റ് ടു ബിക്കിൽ നമ്മുടെ ബ്രൈറ്റ് ടു ബിൻ്റെ വീഡിയോയും പിന്നെ കല്യാണത്തിൻ്റെ വീഡിയോയും അങ്ങനെ എല്ലാ വീഡിയോസും വരുന്നേക്കാട്ടോ. നമ്മളൊക്കെ കാണാൻ വെയിറ്റ് ആക്കി, നമ്മളൊക്കെ അപ്ലോഡ് ആക്കും, നമ്മളൊക്കെ കാണുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ പോയാണ്ട് കുളിച്ചിട്ട് നിസ്കരിക്കായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. ആദ്യമായിട്ട് കാണുന്ന ആരിലൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, പിന്നെ ഷെയർ ആക്കുക, കമൻ്റ് ആക്കുക, ലൈക്ക് ആക്കുക, ഫുള്ളാക്കി സപ്പോർട്ടാക്കി. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.